ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് പെരുന്നാളിൻ്റെ വീഡിയോസ് കേട്ടോ. പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ്. തിരക്കാണ്. വന്നിട്ടൊക്കെ കാണിക്കാം കേട്ടോ. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബ്ലാക്കൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ തിരക്ക് പിടിച്ച് ഓടാണ് കേട്ടോ. പള്ളിയിൽ പോവാണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് അപ്പോൾ പോണ വഴിക്കതാ നല്ലൊരു മഴയും പെയ്തു കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കുമോ ഈദ്ഗാഹെന്നൊക്കെ വിചാരിച്ചാൽ പോണേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അവൾക്ക് മഴയൊക്കെ മാറി. പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞ് ഓക്കെ പറ തിരുത്ത് പെട്ടെന്ന് പുറത്ത് പറ്റുമോ? പറ്റുന്ന സൈസാണോ? ഇതിലാക്കില്ലേ, ഡ്രസ്സിലാക്കില്ലേ? അല്ല, രണ്ടും എടുക്കാം. കേറിക്കുമി സൊഫി നിക്കടാ. പ്രാവശ്യം തലയിറങ്ങി വീണ്ടും വന്നു. അതിന് വീണ്ടും തലയിറങ്ങി. ഈ 10 രൂപ വെക്കാൻ പോവാൻ മൂത്താപ്പടുത്ത് പറഞ്ഞ് വീട്ടിൽ പൊക്കളാൻ. ഇപ്പം ഈദ്ഗാഹിന് അവിടെ കൂടുതലും നമ്മൾ പോണത് എല്ലാവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ. ഈ പറയും പോലെ ഇപ്പം എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സ്ഥലത്ത് അത് കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഈ സമരോടൊക്കെ പറയും, നിങ്ങളൊക്കെ ഇനി വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ അവിടെ എങ്ങനെയാണോ അതുപോലെ കേട്ടോ നിൽക്കണ്ടേ എന്ന് പറയും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പോയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഏത് സാഹചര്യമാണെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ പോകണം അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാൻ പോകുന്നതാണ്. അല്ലാണ്ട് ഇപ്പം ഞാൻ ജമായത്തായിട്ടോ മുജാഹിദായിട്ടോ അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ മഹലിൽ വന്നേക്കാട്ടോ. മഹലിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റോട്ടി കിടക്കാണ്. നീയായും ആണുങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഇനി യാസീനൊക്കെ ഓതി ഇവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ അവർ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അറക്കാനുള്ളത് എല്ലാം തയ്യാറെടുപ്പ്. എനിക്ക് ഇത് കാണാൻ പറ്റില്ല. ഞങ്ങൾ അത് കാരണം കാറിങ്ങോട്ട് നീക്കിയിട്ടേക്കാം കേട്ടോ. ഇസാക്കൊക്കെ അത് കാണണം ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചോനെ എനിക്ക് കാണാൻ പറ്റൂല. എനിക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയി. കാരണം ഭയങ്കര വിഷമമായിരിക്കും. കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചിട്ടില്ല എന്നെ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കണയാ. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കും. നമ്മൾ ബാലൻസുകളൊക്കെ കാണില്ല. ബാക്കിലുണ്ട്. നമ്മൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണല്ലോ.
അപ്പം ഇനി നമ്മളിവിടെ ഇരുന്ന് ഒരു യാസീനൊക്കെ ഓതി. ഇതാണ് തൊട്ട് അപ്പുറമാണ് അങ്ങനെ കേട്ടോ. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഇന്ന് കാണിക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായി പോയി. രാത്രി കിടന്നപ്പോൾ ഒരുപാട് വഴുകിപ്പോയി. അത് കാരണം എണീക്കുമ്പോഴും അതുപോലെ ഇച്ചിരി വഴുകുമല്ലോ. പിന്നെ ഓടി പഴഞ്ഞ് ഒരു ധൃതി തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാം ആക്കിയൊക്കെ വെച്ചിട്ട് പോന്നേക്കാണ്. പിന്നെ ഇന്ന് ഞാൻ ഫുഡ് വാങ്ങിക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ചെന്നിട്ട് ബിരിയാണിയുടെ പരിപാടി അങ്ങനെയൊന്നുമില്ല. അത് മൈലാഞ്ചി ഞാൻ ഇട്ടു. എവിടെയാണ് കാണിക്കാനില്ലല്ലോ. മൈലാഞ്ചി ഇട്ടത് ഇവിടെയാ. കാണിച്ചിട്ടുണ്ട് അതില്. കാണിക്കോ ഞാൻ തന്നെ ഇട്ടതാ. എനിക്ക് ഇട്ടതന്നെ ആളുമില്ല. നിസാമോൾക്ക് ഭയങ്കര ഗമയാ. എങ്ങനെ ഇടണ്ടാന്നില്ല പറഞ്ഞേട്ടാ. ഞാൻ ഒറ്റ ഇതിലും ഇടാറില്ല. പക്ഷെ ഈ പെരുന്നാളിന് എന്താണോ ഇടണമെന്ന് തോന്നി ഞാൻ തന്നെ ഇരുന്ന് ഇട്ടു. പിന്നെ അവൾക്ക് ഇടാനായിട്ട് ഉണ്ടല്ലോ അതാട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പുറത്ത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. വേറെന്താ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, അവരൊക്കെ വരട്ടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ആയിക്കട മോനും ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. പകുതി പേരൊക്കെ പോയി എന്ന് വെച്ചാൽ ഇനി ചെന്നിട്ട് എല്ലാവർക്കും പണിയുണ്ടല്ലോ, ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനില്ല എന്ന് വിചാരിച്ച് അവർക്കൊക്കെ നല്ല പണിയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരുവിധം പണികളെല്ലാം തുടക്കലും വീട് ക്ലീനാക്കലും എല്ലാം വെളുപ്പിന് തന്നെ ചെയ്തിട്ടാണ് പോന്നേക്കണം. അതുകൊണ്ട് ഇനി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യൂല, എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പോന്നേക്കണേ. അങ്ങനെ കേട്ടോ. ഞാൻ കുഞ്ഞായിപ്പോയി ഒരു പത്തിരി പിടികിട്ടാ പുള്ളി. അവനായില്ല 3000 രൂപ വന്നപ്പോ നീ 1000 രൂപ തരണം. 500 കാണിച്ചല്ല 3000 രൂപ പോക്കറ്റൊക്കെ ഉണ്ട് കണ്ടോ. പൈസ ഒന്നും ഇല്ല, ഞാൻ ടോക്ക് ചെയ്താ വരില്ല. ആരും കാണാത്ത ചേട്ടന്റെ ഇതാ, ആരും കാണാത്ത ചേട്ടന്റെ കണ്ടിട്ടില്ല. ഒരാൾ കണ്ടിട്ട് ഇവരെ കണ്ടിട്ടുണ്ട്. എന്താ 100 രൂപ കൊടുത്തല്ലേടാ, ഇതിന് ഇച്ചിരി പെട്ടിക്കളയുണ്ട്. എന്നാ പിന്നെ പോണ്ട, ഞാൻ പെട്ടിത്തരാട്ടാ. ഞാൻ ഇന്നലെ ബാർബർ ഷോപ്പിൽ ചെന്നപ്പോ പറഞ്ഞു പിള്ളേർ പറയുന്ന ഈ സൈഡിൽ കൂടെ കട്ട് ചെയ്യാൻ. മാമട്ടിക്കുട്ടിയല്ല പെണ്ണിന് നല്ലതാണ് സഭാമണ്ഡലം അല്ല. അമ്മന്റെ വീട് മുടി നല്ലതാ, സഭാമണ്ഡലം മുടി കൊള്ളില്ല. സഭാമണ്ഡലം മുടി പെണ്ണുങ്ങൾക്ക് നല്ല മുടി. എന്താണ് വേട്ടെ മുത്തുക്കാനെ വിട്ടിട്ട് വയ്യായി. സ്ക്രൂ അതല്ല നമ്മൾ ഡീസന്റില്
ഒറ്റക്ക് ഹെൽമെറ്റും വെച്ച് പോകുമ്പോ കാണാം. ഇന്നലെ കാനറ ബാങ്കിൽ നിന്ന് ഇറങ്ങാട്ടോ. അത് കഴിഞ്ഞപ്പോ കേരളം ഗ്രാമീൺ ബാങ്കിൽ ചെന്നപ്പോ യൂണിസ് ഇല്ലപ്പൊ ഇതിനകത്ത് കിട്ടാനുള്ള പരിപാടിയാണ് കാണുന്നത്. ഹസ്ബൻഡ് നല്ല അന്നത്തൊക്കെ ജീവിതം രസമായിരുന്നു. ഞാനൊക്കെ എന്ത് ഡീസന്റ് ആയിരുന്നു. പഠിച്ചതേ ഗേൾസോണ്ട് പക്ക ഡീസന്റ്. ഞാനും ഡീസന്റ്. നീ നോക്കി ഞങ്ങള് ഞങ്ങളോ നമ്മൾ ഷിമ്മി അമ്മീനിട്ട് ഞങ്ങൾ ഞാൻ ഹൈദരാബാദ് പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ സാധിക്കുന്ന ഞാൻ കൊണ്ടുവരാൻ വെച്ചെന്ന് പറയാം. പിന്നെ അവൻ അവിടെ അധികം മറന്നു ഒറ്റ പിടി കിട്ടി. അപ്പോൾ അന്തോ എൻ്റെ ചിന്തിക്കടുത്ത് ഉണ്ടായി എന്നെ കിട്ടിയിരുന്നു. പക്ഷേ വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞില്ല. ഇതാണ് സിറ്റിയുള്ളപ്പോ നീനൊക്കെ തോർത്തിട്ട് അറക്കണതൊക്കെ കൊണ്ട് കാണിക്കും. സിറ്റിയുടെ കപ്പസ്ഥാനത്ത് ഓർക്കായിരുന്നു. നീനെ തോർത്തിട്ട് ഓടി ഓടി നടക്കും. ഞാനൊന്നും കാണില്ലല്ലോ, അതാ ഞങ്ങൾക്കറിയില്ല. അപ്പൊ നിസ പറയുന്നത് പെട്ടിവണ്ടിയുടെ മുകളിൽ നിർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിർത്തും പെട്ടിയടിയുടെ മേളിൽ. ഇവരൊക്കെ അവിടെ നിൽപ്പുണ്ടാവും. ഗൂഗിൾ പേയില് പെട്ടെന്ന് വീഡിയോ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിട്ടാണ് എന്നോട് തരാ ബൈ ബൈ. ആ പറ്റുന്ന കേട്ടോ, വൈകുന്നേരം പറ്റി വരാം. ആവി തന്നെ പറഞ്ഞിട്ടാ മര്യാദ ആപ്പാനാവുന്നു. ചൂടെടുത്തിട്ട് പോയി എനിക്ക്. അച്ഛൻ പാത്രം അല്ല ഇതായിട്ടോട്ടെ സാധനല്ല. പോലതാ സവാള 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 ഗൾഫില് ബിരിയാണി പടന്നപ്പോ തോന്നണേ. അവിടെ ബിരിയാണി റെസ്റ്റോറന്റ് ആണ്. സ്ലൈസ് ഉണ്ട്. നോക്കട്ടേടാ നിന്റെ തിക്കൊക്കെ.
ഇന്ന് പെരുന്നാളായിട്ട് ഇവിടെ കൂടാനായിട്ട് കുറേ നിർബന്ധിച്ചു കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എന്നും ഇവിടെ തന്നെയാണ്, എല്ലാ ദിവസവും ഇപ്പോൾ ഇവൻ വന്നിട്ട് ഇവിടെ തന്നെയാണ്. രാത്രി 1 മണി 2 മണിയൊക്കെ ആവും വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് വെച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ നിർബന്ധം പിടിച്ചാരനാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാത്ത കേട്ടോ. ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എല്ലാവർക്കും കൂടി കൂടാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ അടുത്തടുത്താട്ടോ. അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ നമ്മൾ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. നാത്തൂൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായില്ല കേട്ടോ. ഉമ്മ വീട്ടിലിരിക്കുകയല്ലേ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോന്നേ. അപ്പോൾ ഉമ്മാടെ അടുത്ത് വന്നു കേട്ടോ. ഉമ്മാടെ അടുത്ത് വന്നു. ഇവിടെയും ഈദും പാർക്കൊക്കെ പറഞ്ഞ് ഉമ്മ പിന്നെ അങ്ങനെയൊന്നും വരൂല, എന്ത് ചെയ്യാനാ, അങ്ങനെയൊന്നും ഉമ്മക്ക് വരാനും നടക്കാനും ഒന്നും പറ്റൂല. അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഒത്തിരി പറഞ്ഞു കേട്ടോ കഴിക്കാനായിട്ട്. നീയാ അവിടെ നിന്ന് 2 കഴിച്ചായിരുന്നു കേട്ടോ. പത്തിരിയൊക്കെ എല്ലായിടത്തും പത്തിരിയൊക്കെ തന്നെയല്ലേ. പിന്നെ ഞാനിവിടെ പത്തിരിയും, ഇന്ന് ഞാനിവിടെ പത്തിരിയും മുട്ടക്കറി കേട്ടോ. മുട്ടക്കറിയല്ല, മുട്ടക്കുറുമ പോലെ വെച്ചേട്ടോ. കാരണം ഇനി ഇറച്ചിയല്ലേ കിട്ടുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇറച്ചിയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കെട്ടിപ്പിടിക്ക്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ പത്തിരി കേട്ടോ. സത്യത്തിൽ ഒട്ടും വിശപ്പില്ല. എല്ലായിടത്തു നിന്നും പായസമൊക്കെ കുടിച്ച് വയറ് ഫുള്ളാണ്. പിന്നെ ഇതാ 2 പത്തിരി മുട്ടക്കറി കേട്ടോ. മുട്ടക്കറി എന്ന് വെച്ചാൽ മുട്ടക്കുറുമ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒക്കെ ഉള്ളൊരു കുറുമ. അപ്പോൾ അതാട്ടോ കഴിച്ചേ. ഒരുമിച്ച് പൊട്ടൂട്ടാ. എന്നാ എന്നെ പറ്റിച്ച അയാള്. പഠിച്ചോനടുത്ത് നേരോട്ടിട്. ഞാനേ ചട്ടിയിലിട്ട് ചൂടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. ഫ്രൈ പാനിലിട്ട് ചൂടാക്കട്ടെ. ആ വെയിലത്ത് വെക്കടാ. അത് നീ മതിലും വെക്ക്. 4 വർഷമായി. കഴിഞ്ഞ ദിവസം എല്ലാം കൂടി പൊട്ടുപോ. വരലേട്ടാ, കത്തണ്ട്. വരലേട്ടാ. എന്നാലും ഉണ്ട്. അയാൾ ഇതിൽ മരുന്ന് വെച്ചില്ലായിരിക്കും, മറന്നു ഇന്നോണ. സമൂസ ഉണ്ടാക്കണ നല്ല ചുറ്റി വെച്ച്. വരലടാ, അതിലുണ്ട്, തീയുണ്ട്. ഒരു പെട്ടി ഞാൻ മേടിച്ചു വെച്ചതാ. എന്താ ഫലം കണ്ടോ? തിരിച്ചു കൊടുത്താലോ നമുക്ക്? അത് അത്രേ ഉള്ളൂ. ഞാനിനി പേപ്പറൊക്കെ ഇട്ട് കത്തിച്ച് അതിനുള്ളിലിട്ട് പൊട്ടിക്കും.
ഒരനുഭവമില്ല. എത്ര വർഷമായി? 2 വർഷമായി. ആ ആ ആ എല്ലാം കൂടി പോവുകയാണുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനമാവും. കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അവിടെ കത്തിക്കാം. നീയായ മേടിച്ചോണ്ട് വന്നേ. ഞാനെ പോലെ തന്നെ. ഇതെങ്ങനെ എടുക്കും? ഞാൻ എങ്ങനെ വരത്തില്ലേ? വേണ്ട, എനിക്ക് വന്നോ കണ്ടോ. ചെലപ്പോ അടുത്തെത്തുമ്പോ എനിക്കൊക്കെ കൂടി പൊടറ. വെയിലത്തില്ല. എന്റെ ചെരുപ്പല്ലേ അത്? അതവിടെ വെച്ചേ. സിമാമിയുടെ വീട്ടിലല്ലേ? ഡ്രസ് ഇട്ട് അവളെയും കൊണ്ടുപോവാ. ഏതാണ്? എന്താണ് എന്റെ പടക്കം കൊണ്ടോ? എന്റെ പടക്കം മൊത്തം കളഞ്ഞു. അതെ, സമൂസ സീറ്റും അല്ലേ വെറുതെ ചുരുട്ടി വെച്ചിട്ടുള്ളൂ. കൂടി ഇതിൻ്റെ ഉള്ളിൽ മസാല ഇല്ല. പറ്റിച്ച്. അതെ, പടക്കത്തിനോട് കളിക്കാൻ നിൽക്കണ്ടേട്ടാ. എല്ലാം ഒരുപോലെ ആവൂല. അല്ലോ അതെ, ഞാൻ ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയതായിരുന്നു. ഇത് ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു 10 വർഷം ഇരുന്നാലും പൊട്ടൂല. കൂളിംഗ് ഗ്ലാസ് വെച്ച് ആ ഗിഫ്റ്റ് കിട്ടിയതാ. പിന്നെ വളരെ വളരെ സുന്ദരിയായിട്ടുണ്ട്. സുന്ദരി കൊതയല്ലേ ഞാൻ. അന്തരീക്ഷത്തിലേക്ക് ചന്ദനത്തിരി പൊട്ടല്ലേ. ഒരു 2 വർഷം മുമ്പ് വാങ്ങിച്ച പടക്കമായിരുന്നു കേട്ടോ. ഇതുണ്ടോ, കുറേ പടക്കമുണ്ടായിരുന്നു. ഇതിവിടെ ഇരുന്നിരുന്ന് വെറുതെ പോയതല്ലാണ്ട്. പിള്ളേരോടൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ തവണ പടക്കം എൻ്റെ ഒക്കെ ഫ്രീ ആണെന്നും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ട് ദേ ഇപ്പോൾ ഒരെണ്ണം പോലും പൊട്ടിയില്ല എന്നുള്ളതാണ്. ഇത് ഇനി ഞാൻ ഇവിടെ അടിച്ച് വാരി തീ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ പണി കിട്ടും. സത്യത്തിൽ ഇത് ഞാൻ ഇന്നലെ വെയിലത്ത് വെച്ച് ഉണക്കിയായിരുന്നു കേട്ടോ. ഫ്രൈ പാനൊക്കെ വെറുതെ പറഞ്ഞതാ. യൂട്യൂബിലുള്ളവർ വിചാരിക്കും ഭയങ്കര ഇത്താടെ കാര്യം പറഞ്ഞാലൊന്നല്ലേ. കണ്ടോ കുറേ ഇല്ലേ. ഞാൻ ഞാൻ എന്നും പറയും ഇത് പൊട്ടിച്ച് തീർക്കത്ത് കള. വീട്ടിലിരുന്ന് പൊട്ടണേലും എന്തെന്ന് പറയും. അതല്ല ഫ്രണ്ട് ക്യാമറ ഇടും. സിമാമിയുടെ വീട്ടിലേക്ക് പോന്നു. ഇതില് ഈ ഡ്രസ് അതെയാ ഇത് മുബാറക്. അപ്പൊ പോയാ ശരിക്കും ഇത് മുബാറക്. ഞാൻ ഓടി വന്നു നിങ്ങൾ വന്നല്ലോ നോർത്ത്. ഇത് ഇളയനാത്ത് മാത്രമേ എപ്പോഴും കാണുന്ന ഇത് ഇളയനാത്ത്. അളിയന് പിന്നെ അറിയാം. അളിയൻ ഫേമസ് ആണ്. നിങ്ങളെ നമീസേ ഇത് മുബാറക്. എന്താ ശേഷം ഇന്നെന്താ സ്പെഷ്യൽ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. കാരണം ചിക്കനായിരിക്കും.
കാലത്ത് ബീഫ് ഫ്രൈയും കൂട്ടും, ഉച്ചക്ക് അതല്ല കഴിഞ്ഞ ഒരാഴ്ചകളത്തേക്ക് എന്താണെന്ന് ചോദിക്കൂല. എല്ലാ വീട്ടിലും ബീഫായിരിക്കും. ഞങ്ങൾക്കൊരല്ലാതെ പിന്നെ രാവിലെ കയറി പത്തിരി അരിഞ്ഞു പറഞ്ഞു. സത്യം, എനിക്കും പത്തിരി ആയിരിക്കും. എനിക്ക് 4 ദിവസമായി പത്തിരി ആയിട്ട്. ഇന്നും പത്തിരിയാ, ഇനി ഇരിപ്പുണ്ട്. ഞങ്ങളൊന്ന് വെള്ളയപ്പം ഉണ്ടാക്കി. ഈ പണ്ട് ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന ഗൾഫിൽ നിന്ന് നമുക്ക് ഈ പരിസരത്ത് എല്ലാവർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. ഷർട്ടിന്റെ കൂടിയൊക്കെ അപ്പൊ പൊടിതല ഗോതമ്പ് എല്ലാവർക്കും ഒരേപോലത്തെ ഷർട്ട് പൊടിതല ആ കാരണം എല്ലാം ഒറ്റ ഇങ്ങോട്ട് ഓണം തന്നെ ഓണം തന്നെ യൂണിഫോം ആയിരിക്കും പള്ളിയിൽ വിട്ടുമ്പോൾ പിന്നെ കാരണം അപ്പൊ ഇപ്പൊ സുഖമില്ല. ഞാൻ പറ്റില്ല. ഇപ്പൊ അതിന് വേണ്ടും രാവിലെ വരണം, വൈകുന്നേരം വരണം. നിസാമോളുടെ ഫോട്ടോഷൂട്ട് നിസാ അറിഞ്ഞിട്ടില്ല കേട്ടാ. ഞങ്ങളുടെ ഫോട്ടോ, എനിക്കും ഫോട്ടോ വേണം. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ ഫുഡ് വാങ്ങിക്കായിരുന്നു. ഞാൻ എത്രയോ വർഷങ്ങളായി, പക്ഷേ ഫുഡ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം എന്തോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇക്കൊന്നും അങ്ങനെ വലിയ വാങ്ങിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ തന്നെ അങ്ങനെ വെക്കലായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സുഖമാണ്. എല്ലാവരും വാങ്ങിക്കുന്നത് ഇതല്ലേ, ഈ അടുക്കളയിലേക്ക് കയറാതെ എല്ലായിടത്തും ഇങ്ങനെ ഓരോരുത്തുള്ളി നടക്കാമല്ലോ എല്ലായിടത്തും. അപ്പോൾ അത് രസമാണെന്ന് ഇപ്പോൾ തോന്നി കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കാം. അപ്പോൾ ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുള്ളൂ, 1 മണി 1:30 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയുടെ പരിപാടിയാണല്ലോ. അപ്പോൾ ഇയാൾക്കൊക്കെ ഇനി ടോക്കനൊക്കെയാണ്. നമ്മുടെ ഇവിടെ ടോക്കനൊക്കെ വെച്ചിട്ടാട്ടോ 2100 അങ്ങനെ എന്തോ നമുക്ക് ടോക്കൺ കിട്ടിയേക്കുന്നത്. ആ സമയത്തൊക്കെ ആകുമ്പോൾ ഇയായൊക്കെ പോവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറച്ചി നന്നാക്കൽ, ഇറച്ചി ക്ലീൻ ചെയ്യൽ, അത് വേവിക്കൽ, ഫ്രൈ ആക്കൽ. എനിക്ക് ഇന്ന് തന്നെ ഫ്രൈ ചെയ്ത് ഇന്ന് തന്നെ കഴിക്കണം. അത് ഇവിടെ ഇക്കാക്കും ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ അങ്ങനെ കേട്ടോ. അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കണം എന്നുള്ളത് എന്തോ ഒരു നിർബന്ധം. അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വേഗം പിള്ളേർക്കൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ അതിനൊക്കെ നിൽക്കണ ഇനി പണിയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി 2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഒരുക്കാം. അപ്പോൾ വേറെ എന്താ, എല്ലാവരുടെയും പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈദ് മുബാറക്ക് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. പിന്നെന്താ, നമ്മുടെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോണത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ, എൻ്റെ ഒരു കൂട്ടുകാരി. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൂത്ത നാത്തൂൻ്റെ വീടും അവളുടെ വീടിൻ്റെ അടുത്താണ്, മുടിക്കലെന്ന് പറയും കേട്ടോ, പെരുമ്പാവൂർ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വേണം, അവളുടെ അടുത്ത് പോയി ഇച്ചിരി നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇനി മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ പോത്തിനെ അറക്കണ ആ ഒരു ഇതിൽ കിടന്ന് മറിയുന്നതുകൊണ്ട് എല്ലായിടത്തൊന്നും വീഡിയോ ഈ പ്രാവശ്യത്തെ എൻ്റെ ഈ വീഡിയോയിൽ മൂത്ത നാത്തൂന് ഫാമിലി ഇല്ല. കാരണം അവിടെ ചെന്നപ്പോൾ അവർ ഇറച്ചിയിൽ ബഹള. അന്നേരം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടിയൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിലൊക്കെ കാണാം. ഞാൻ എൻ്റെ മൂത്ത നാത്തൂൻ്റെ മോനൊരു കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വല്ലം എന്ന് പറയും കേട്ടോ, വല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ പിന്നെ വേറെ എന്താ, എല്ലാവരും എന്താണ് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവൾ മൂടിപ്പോയിച്ച് സുന്ദരി കോതയായിട്ട് വരട്ടെ. ഇതെൻ്റെ കൂട്ടുകാരി യൂട്യൂബറാണ്. അവൾക്ക് എന്നിട്ട് ഒന്ന് കാണാൻ നോക്കിയേ. നീ പെരുന്നാളിന് ഡ്രസ്സ് ഇട്ടില്ലേ? ഇട്ടില്ലേടി, വീട്ടിൽ പോകുമ്പോഴാന്ന് ഓർത്താ. ഇപ്പൊ ഇവിടുത്തെ എത്ര നേരം ആൾക്കാരുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരാട്ടോ. അപ്പോൾ കുറേ വിഷയം ഞങ്ങളിങ്ങനെ എന്നെ പിന്നെ സംബന്ധിച്ച് വർത്താനം പറയാൻ കുറേ ഉണ്ടാവുമല്ലോ സംസാരിക്കാൻ. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതാ പോരാട്ടോ. ഫ്രണ്ടെന്ന് പറയാൻ ഇങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളവരായിട്ട് ഭയങ്കര കൂട്ടാണ്.